പ്ലീസ് ദയവേത് ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തും. നിങ്ങൾക്ക് അൻസിബയുടെ അഭിപ്രായത്തിനോട് എതിരഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതി മുഖാന്തരം കരിയൂലയുടെ മുഖത്ത് വിളിച്ചിട്ട് അയാളെ തല്ലി ചീത്ത വിളിച്ചു. അപ്പോൾ ചേച്ചി നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ആ കുട്ടിയും ലക്ഷ്മിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കോടതിയിൽ ചെന്ന് തെളിവടക്കം കോടതിയിൽ ചെന്ന് സംസാരിച്ചാൽ പോലെ എന്താണ് പൊതുസമൂഹത്തിൽ വന്നിട്ട് അയാൾ എന്നെ കണ്ടമാനം ഉപദ്രവിച്ചു, പട്ടിയെ തല്ലുന്ന പോലെ തല്ലി. അൻസിബ പോലീസ് സ്റ്റേഷനിൽ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വീഡിയോയുടെയൊക്കെ ബാക്കി ഭാഗങ്ങളായിട്ടൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അതിനകത്തെ സംഭവങ്ങളും ഇതിനകത്തെ എല്ലാം കൂടെ ആയിട്ടൊന്ന് യോജിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി പ്രിയയുടെ ഭർത്താവ് ലൈവിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഭാഗ്യലക്ഷ്മിക്കെതിരെയായിട്ടാണ് സംസാരിച്ചേക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഭാഗ്യലക്ഷ്മിക്കെതിരായിട്ട് മാത്രമല്ല, ഓഡിയൻസിനെ മൊത്തത്തിൽ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സത്യങ്ങൾ അറിയാതെ നിങ്ങൾ ഓരോന്നും വിളിച്ച് പോകുന്നെന്നും, അതുപോലെ തന്നെ 10 കുടത്തിൻ്റെ വാ കെട്ടാം, പക്ഷേ ഒരാളുടെ വാ പോലും കെട്ടാൻ പറ്റിയാൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും മോശക്കാർ, തൻ്റെ ഭാര്യ മാത്രം നല്ലത് എന്ന് പറയുന്നൊരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. അവനൊരു ഭാര്യ എന്നെ കാണിച്ചാലും അല്ലെങ്കിൽ മക്കൾ എന്നെ കാണിച്ചാലും ഭർത്താവ് എന്നെ കാണിച്ചാലും അവർ നല്ലവരെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വരുള്ളൂ. പക്ഷേ സോഷ്യൽ മീഡിയ ഒന്നിച്ച് കിടന്ന് ഓരോന്ന് പറയുമ്പോൾ ഭർത്താവിന് കുറച്ചൊക്കെ ഒന്ന് വിലക്കാം. എടി നീ നിർത്ത്, ഇത് നാണക്കേടാണ്, ഇത് പരിധി വിട്ടു പോകുന്നു. ഒരു പെൺകുട്ടിയെ പറ്റിയാണ് നീ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്. അത് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളാകും. അത് ഒരു വിവാഹം കഴിക്കാത്തൊരു പെൺകുട്ടി, അങ്ങനെ ഓരോ കാര്യങ്ങളും വിവാഹം കഴിച്ചാലും കഴിക്കാത്താണെങ്കിലും എന്നതാണേലും ഒരാളെ പറ്റി നമ്മൾ അവരുടെ സ്വകാര്യത കൊണ്ടുവന്ന് പബ്ലിക്കിലേക്ക് ഇടുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണം. അത് അവരെ എത്രമാത്രം ബാധിക്കുന്നു കൂടെ ഓർത്ത് വെക്കണം. അൻസിബ എനിക്ക് തോന്നുന്നു ലക്ഷ്മി പ്രിയയെ പറ്റി അങ്ങനെ ആ ഒരു കേസിൻ്റെ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ വലിയൊരു പ്രശ്നമാക്കി ഒന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ അൻസിബയെ പറ്റി ഒരുപാട് കാര്യങ്ങളാണ് ഈ ലക്ഷ്മി പ്രിയ ഒന്നിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് കൂടുതൽ ലക്ഷ്മി പ്രിയ ഒന്നിച്ച് പറയുന്നത് മിഥിലാജ് എന്ന് പറഞ്ഞ് അവരുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അവർ തമ്മിൽ ബന്ധമുണ്ട്, പിന്നെ അൻസിബ മദ്യപിക്കും, അങ്ങനെ ഇവർ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരാതെ, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ വന്ന ഒരാൾ അവർ പറയാം ഞാൻ മദ്യം കഴിച്ചിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് വേണമെങ്കിൽ എടുത്തു വെച്ച് നമുക്ക് റിയാക്ട് ചെയ്യാം. അവർക്ക് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യം അവർ പബ്ലിക്കിലേക്ക് കൊണ്ടുവരില്ലെന്ന് പറയാം. പക്ഷേങ്കിൽ അവരത് ആരും അറിയാതെ അവർ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി ഇത്രയും പബ്ലിക്ക് വന്ന് ഇതുപോലെ, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അൻസിബ അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്നുള്ളത് കാര്യം. അവരുടെ ആ ഒരു രീതി വെച്ച് നമുക്കത് വിശ്വസിക്കാനൊട്ട് പറ്റുന്നുമില്ല. ലക്ഷ്മിപ്രിയെ കൊണ്ടുവന്നിട്ടുന്ന കാരണങ്ങൾ അവിഹിതവും അതുപോലെ ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങളാണ്. ഒരു പെണ്ണിനെയാണ് പറയുന്നതെന്നുള്ള. ഒന്നാമത് ഈ ലക്ഷ്മിപ്രിയൊക്കെ ഭയങ്കര തത്വം പറയുന്ന ആൾക്കാരാണ്. കാര്യം കുട്ടി മോളെ നീ അങ്ങനെയല്ലേ, നീ അവിടെ ഇരുന്നായി, അങ്ങനെ ഒരുമാതിരി നാടകീയമായിട്ട് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു പെൺകുട്ടിയെ പറ്റി വന്നിരുന്നത് ഇങ്ങനെ അങ്ങ് വാ തോരാതെ വായി വരുന്നതെല്ലാം കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഭർത്താവ് പറയണം, എടി ഇത് ശരിയല്ല, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ ഫോൺ എടുത്ത് വിളിച്ച് പറയുക. ഇനി അവർ നേരിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ, ഞാനും വരാം നിൻ്റെ കൂടെ, നമുക്ക് അവർ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ പോകാം എന്നും പറഞ്ഞിട്ട് കാര്യങ്ങൾ തീർക്കാം. പക്ഷേ ഇവരുടെ കയ്യിലുണ്ട്, ഈ അൻസിബയുടെ കയ്യിലുണ്ട്, 2 കൂട്ടരുടെയും കയ്യിലുണ്ട് ആ ഒരു കേസിൻ്റെ പ്രശ്നം എന്ന് പറയാനായിട്ട്. അപ്പം ലക്ഷ്മിപ്രിയെ പറ്റി ഈ മിഥിലാജാണ് ഒരുപാട് ആരോപണങ്ങൾ കൊണ്ട് വന്നിരിക്കുന്നത്. ഇവരിവിടുന്ന് മനുഷ്യക്കടത്താന്നും അതുപോലെ തന്നെ ഇവരുടെ മകളുടെ പേരിലുള്ള ഒരു സൊസൈറ്റിയോ അങ്ങനെ ഏതാണ്ട് ഒരു സംഭവമുണ്ട്, അതിൻ്റെ മറവിൽ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ അത് മുഴുവൻ കണ്ടാണ്. അന്നേരം വ്യക്തമായിട്ട് പുള്ളിക്കാരൻ അത് ഇട്ടിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ അതൊന്നും അൻസിബ മിണ്ടാതിരിക്കുന്നതിന് നിന്നെ ഇത്രയും അപമാനിച്ചിട്ട് എന്നൊക്കെ പുള്ളി ചോദിക്കുന്നുണ്ട്. പക്ഷേ അൻസിബ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇടയ്ക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻ്റർവ്യൂയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ലക്ഷ്മിപ്രിയ പറയുമ്പോൾ അതൊരു 1.5 പറച്ചിലാകുകയും ചെയ്യുന്നുണ്ട്. അതാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഈ ലക്ഷ്മിപ്രിയ വന്ന് ഈ അൻസിബയെ പറ്റി ഇത്രയും മോശമായിട്ട് പറഞ്ഞപ്പം ഭാഗ്യലക്ഷ്മി അതിനെതിരെ ഒന്ന് സംസാരിച്ചു. അതാണ് അവർ ചെയ്ത ഒരു തെറ്റ്. അവർ പൊതുവെ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ കൂടെ ഈ പുരോഗമന ചിന്താഗതിയിലേക്ക് ഒരുപാട് വന്നേക്കുന്നവരുമാണ്. അവർ ആ പഴഞ്ചൻ സ്റ്റൈലൊന്നും നിൽക്കുന്നവരൊന്നുമല്ല. അവർ കുറേയുള്ള അവരുടെ കൂടെയുള്ളതാണ് ദിയാസനയൊക്കെ. അപ്പോൾ ഇവരെല്ലാവരും ഈ പുതിയൊരു തലമുറയിലെ പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് വന്നിരിക്കുന്നവരാണ്. അവരെന്ന് പറയുന്നത് അവർ പറയുന്നത് ഇപ്പോൾ ഒരാണും പെണ്ണും കൂടെ ഒന്നിച്ച് നിന്ന് അത് നമ്മുടെ നിയമം പോലും അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. ഒരാണും പെണ്ണും കൂടെ ഒന്നിച്ച് എവിടെയെങ്കിലും പ്രായപൂർത്തിയായവർ അവരുടെ സമ്മതത്തോടു കൂടി എവിടെയും നിന്ന് അതിന് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അത് വിവാഹം കഴിച്ചവർക്ക് വരെ ആകാം. ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നവർക്ക് പോലും ഒരു പുരുഷൻ്റെ കൂടെ ഒരു പെണ്ണിന് പോകും, ഒരു പെണ്ണിൻ്റെ പുറകെ ഒരു പുരുഷന് പോകും ചെയ്യാന്നുള്ളതൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇവർ ഇത്രയും സദാചാരം കളിക്കേണ്ട കാര്യമില്ല. അതിനെതിരെയാണ് ഈ ഭാഗ്യലക്ഷ്മി എതിർത്ത് സംസാരിച്ചേക്കുന്നത്. നമുക്ക് എന്നുള്ള അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഞാൻ ഈ വീഡിയോ ലക്ഷ്മിപ്രിയയ്ക്ക് വേണ്ടിയാണ് ഇടുന്നത്. ലക്ഷ്മിപ്രിയ, കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയ നിങ്ങളെ കടന്നാക്രമിക്കുന്നത് കാണുമ്പോൾ അത് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അങ്ങനെ കടന്നാക്രമിക്കാനുള്ള കാരണക്കാരി ആരാണ്? നിങ്ങൾ തന്നെയല്ലേ. നിങ്ങൾ തന്നെ ഒരു വടി കൊടുത്തിട്ട് എന്നെ അടിക്കി എന്ന് പറയുന്ന മാതിരിയല്ല. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ യാതൊരു ബോധവും ഇല്ലാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ നിങ്ങളുടെ കമ്മിറ്റിയും അൻസിബയും തമ്മിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. പല 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 പ്രശ്നങ്ങളുണ്ടായി. അവർ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരും അത് വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തില്ല, വളരെ നിസ്സാരമായി അതിനെ തള്ളിക്കളഞ്ഞു. അവർക്ക് പറയാനുള്ളത് അവർ പുറം ലോകത്തോട് വന്ന് പറഞ്ഞു. ഈ പുറം ലോകത്ത് വന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് അവർ രാജിവെച്ച്, അതായത് ആദ്യം അവർ രാജിവെക്കായിരുന്നല്ലോ, ആ രാജിവെച്ച് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ആരെങ്കിലും കുറിച്ച് അവർ മോശമായിട്ട് ഒരു പരാമർശം നടത്തിയോ? വ്യക്തിപരമായി ഒരു വ്യക്തിഹത്യ നടത്തിയോ? ജനറൽ ബോഡിയിൽ വെച്ച് അവർക്ക് പറയാനുള്ളത് അവർ തെളിവ് സഹിതം
ജനറൽ ബോഡിയുടെ മുമ്പാകെ പറഞ്ഞു. നിങ്ങളെല്ലാവരും ഉത്തരം മുട്ടി നിങ്ങൾ രാജിവെച്ച് പുറത്തു വന്നു. പുറത്ത് വന്നതിന് ശേഷം ഇനി ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുന്ന പോലെ നിങ്ങൾ അൻസിബയെക്കുറിച്ച് കുറേ പുതിയ കഥകൾ ഇറക്കും. അത് വളരെ മോശമായ കഥകൾ, ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത കഥകൾ. അവൾ മദ്യപിക്കും, അവൾക്ക് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾക്ക് മറ്റൊരു പയ്യനുമായിട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം? അൻസിബ മദ്യപിക്കുകയോ അല്ലെങ്കിൽ അൻസിബ ഒരു പയ്യനുമായിട്ട് ബന്ധം അടുപ്പം ഉണ്ടെങ്കിൽ അത് അൻസിബയുടെ സ്വകാര്യ കാര്യം. അതും നിങ്ങളുടെ AMMA എന്ന് പറയുന്ന സംഘടനയുമായിട്ട് എന്താണ് ബന്ധം? അതാണോ നിങ്ങളുടെ പ്രശ്നം? അൻസിബ മദ്യപിക്കുന്നതോ അൻസിബയ്ക്ക് ഒരു പുരുഷ സുഹൃത്തുള്ളതോ ആണോ നിങ്ങളുടെ പ്രശ്നം? പെണ്ണിനെ കുറിച്ച് മറ്റൊരു പെണ്ണായ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പരദൂഷണം പറയുന്നത് ലക്ഷ്മിപ്രിയ, അതുകൊണ്ടല്ലേ നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഒരു പരിഹാസിയാകുന്നത്? ഇവരിത്രയും പറഞ്ഞു എനിക്ക് യാതൊരു തെറ്റും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഇവർ ഇപ്പം ലക്ഷ്മി പ്രിയയുടെ ഭർത്താവ് ഒന്നിച്ച് പറയുന്നത് ഇവർ പബ്ലിക്ക് വന്ന് ഇങ്ങനൊരു വീഡിയോ ഇട്ടുന്നത്. ഇയാളുടെ ഭാര്യ കാണിക്കുന്ന പരിപാടി എന്നതാണ്, വന്നിരുന്ന് എത്ര ഇന്റർവ്യൂ ആണ് കൊടുക്കുന്നത്. അത് കൂടാതെ വരുന്നിടത്തെല്ലാം വന്ന് ആ പെങ്കൊച്ചിനെ പറ്റി ഭയങ്കര മോശമായിട്ട് ലാസ്റ്റ് അതിനൊരു തീവ്രവാദി വരെ ആക്കി തീർക്കുന്ന രീതിക്കാണ് പറയുന്നത്. അതൊരു ഇസ്ലാമായി ജനിച്ചത് കൊണ്ടാണോ അതിനെ ഇത്രയിട്ടങ്ങ് ഉപദ്രവിക്കുന്നത്? അത്രയും ഒന്നും നമ്മൾ പാടില്ല. കാര്യം ഒരു കുറച്ചൊക്കെ നമ്മൾ കാണിക്കുന്ന പ്രവർത്തിക്കുന്ന നേരും നെറിയൊക്കെ വേണം. ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. ഇപ്പം അൻസിബ വന്നേച്ച് പബ്ലിക്കായിട്ട് വന്നേച്ച് പറയാം ഞാൻ ഇങ്ങനെ മദ്യപിക്കും അല്ലെങ്കിൽ ഞാൻ മദ്യത്തിൻ്റെ ഇത് പറഞ്ഞ് അതിനൊരു സപ്പോർട്ട് ചെയ്യുകയല്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. അവരിപ്പോൾ വന്നേച്ച് പബ്ലിക്കായിട്ട് വന്നേച്ച് പറയുക നിങ്ങൾ ഇത് കണ്ടോ, ഞാൻ ഇതാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇതാണ് എടുക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവരതിനെ സപ്പോർട്ട് ചെയ്ത് പറയുകയും വീഡിയോയിലൂടെ കാണിക്കുകയും മറ്റുള്ളവരെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും കൂടി ചെയ്തെങ്കിൽ നമുക്കത് എതിർക്കാം. അൻസിബ കാണിക്കുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ അവരവരുടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ നടന്ന് മോശമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വന്ന് കാണിച്ചാൽ നമുക്കത് പറയാം. അത് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതാണ്. ഇത് അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ എടുത്ത് വെച്ച് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് വെച്ച് അവരെ അങ്ങ് കരി വരുത്തേക്കുവാണ് ചെയ്യുന്നത്. ലക്ഷ്മിപ്രിയയ്ക്ക് പിന്നെ ഒരു സ്വഭാവമുണ്ട് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അവർക്ക് പറയണമെന്ന് തോന്നുന്നത് അവർ പൊടുപ്പും തൊങ്ങലും വെച്ച് എത്ര മോശമാക്കി പറയാമോ അത്രയും മോശമാക്കി അവരെ പറയുന്ന സമയത്ത് അവരുടെ കണ്ണുമുന്നിൽ ഇവരെ പറയുന്ന വ്യക്തികളോ ഒന്നുമില്ല. ഇവരേതാണ്ട് നല്ല കാര്യമാണ് ചെയ്യുന്നതെന്നുള്ളൊരു ഭാവത്തിലിരുന്നാണ് പറയുന്നത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞേച്ച് ഇവരെല്ലാവരും ചെല്ലും പറഞ്ഞ തെറ്റായിപ്പോയി എന്നും പറഞ്ഞ് അവരുടെ അടുത്തോട്ട് കമ്പനിയുടെ പിന്നെ ഒരാളെ പറ്റി മോശമായിട്ട് ഒരുപാട് വൃത്തികേടുകൾ പറഞ്ഞു വെച്ച് പിന്നെ അവരെ കാണുമ്പോൾ മോളെ പൊന്നെ എന്ന് വിളിച്ച് തന്ന ഞാനൊക്കെ മോന്ത നിർത്തണം കൊടുത്തോളൂ. സത്യം പറയാം. കാര്യം ഈ മാതിരി നമ്മളെ ഒരു സൈഡിൽ കൂടെ പറയാമെന്ന് അത്രയും അപരാധം വരുന്നു പറയുക. പറഞ്ഞേച്ച് വേറെ സൈഡിൽ കൂടെ വന്നേച്ച് ചക്കരയെ മോനെ ആ കുട്ടി എൻ്റെ അനിയത്തിയെ പോലെയാണ്, ആ കുട്ടി എൻ്റെ മകളെ പോലെയാണ്, അതിനെ ഞാൻ ഇപ്പോഴും മോളെ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്ന ഒരാളാണോ ആ പെങ്കുച്ചിനെ പറ്റി ഇത്രയും വേണ്ടാതിനങ്ങൾ പറഞ്ഞത്, ഇത്രയും മോശമായിട്ട് പറഞ്ഞത്? ഇവർ പറഞ്ഞു ബാക്കി കാര്യങ്ങളോട് നമുക്കൊന്ന് കേൾക്കാമേ. പ്ലീസ് ദയവേത് ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തും. നിങ്ങൾക്ക് അൻസിബയുടെ അഭിപ്രായത്തിനോട് എതിരഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതി മുഖാന്തരം സംസാരിക്കൂ. തെളിവെല്ലാം കയ്യിലുണ്ടെങ്കിൽ കോടതി വഴി സംസാരിക്കൂ. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒരു കഥകൾ ഇറക്കി വിടരുത്. ഉള്ളതോ ഇല്ലാത്തതോ എന്തുമായിക്കോട്ടെ, ഒരാളെക്കുറിച്ച് സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഇത്തരം പരാമർശം നടത്തുമ്പോൾ ഈ 2026 ആരും ആ പെൺകുട്ടിയെ തെറ്റിദ്ധരിക്കില്ല. ആ കാലമൊക്കെ കടന്നുപോയി. അത്തരം കുലസ്ത്രീ പരിവേഷമൊക്കെ എന്നേ കടന്ന് സ്ത്രീകൾ ഒരുപാട് മുൻപോട്ട് വന്നു. ലക്ഷ്മിപ്രിയ ദയവ് ഇത് അത് മനസ്സിലാക്കൂ. അതുകൊണ്ട് അൻസിബയോട് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങൾ ഒരു അഭിമുഖത്തിൽ കൂടെയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൂടെയോ നിങ്ങൾ സംസാരിക്കൂ. അല്ലാതെ അൻസിബയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. അതിന് അധികാരം നിങ്ങൾക്കില്ല. അത് നിങ്ങൾ സംസാരിക്കും തോറും സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ പരിഹാസിയാകും. സമൂഹം നിങ്ങളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളും കറക്റ്റാണ്. അതുപോലെ തന്നെ കുലസ്ത്രീ നിന്നും പുള്ളിക്കാരി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിയുടേതായ അഭിപ്രായമുണ്ട്. പുള്ളിക്കാരി പറയുന്നുണ്ട് എനിക്കറിയാവുന്ന ഒരാളെ ചെന്ന് എനിക്ക് ആ പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഞാൻ അവരെ ചെന്ന് കെട്ടിപ്പിടിച്ചെന്ന് ഫോട്ടോ എടുക്കും. അത് ഒരു പുരുഷനാണെങ്കിൽ ഞാൻ ചെന്ന് ഹഗ് ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനാണെങ്കിൽ ഞാൻ അവരുടെ കവളയിൽ ഉമ്മ കൊടുക്കും. അതൊക്കെ കുലസ്ത്രീക്ക് ചേർന്ന കാര്യമാണോ? പുള്ളിക്കാരിയുടെ കണ്ണിൽ കുലസ്ത്രീക്ക് ചേരാത്ത കാര്യമെന്ന് പറഞ്ഞാൽ വാരി കൊടുക്കുക, മടി പൊരിക്കുക, അതിലൊക്കെ നല്ല പെടയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഒരുത്തൻ്റെ മടി കയറി പോയിരിക്കാനൊക്കെ പോകുന്നതിന് അതൊക്കെയാണ് പുള്ളിക്കാരി മറ്റുള്ളവരെ പറയുമ്പോൾ ഭയങ്കര കുലസ്ത്രീകളിക്കലാണ്. പുള്ളിക്കാരിയുടെ കാര്യം വരുമ്പോൾ പുള്ളിക്കാരി ഭയങ്കര പതിവ്രതയും ഭയങ്കര സത്യസന്ധതയും ഭയങ്കര നിഷ്കളങ്കതയും ഒക്കെ ആയിട്ടങ്ങ് വാരി അങ്ങ് വിതറുവാണ്. നമ്മളിവരെ വെറുത്തു പോയത് ഇങ്ങനെയാണ്. ഇവരുടെ ഈ വർത്തമാനം കൊണ്ടാണ് ഇവരെ വെറുത്തു പോയത്. നമ്മളെല്ലാവരും സ്ത്രീകൾ പോലും വെറുത്തു പോകാന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കി. സാധാരണ ഒരു പെണ്ണിന് ഒരു പ്രശ്നം വരുന്ന പറയുമ്പോൾ ഒരു പെണ്ണിന് എവിടെ ഞാൻ പറഞ്ഞില്ല സജിനെയൊക്കെ ആദ്യം വന്നേച്ച് ആ ഫിറോസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് അവരോട് ഒരു വിഷമം തോന്നി, എനിക്കൊരു പാവം തോന്നി. ദൈവമേ അവർ കഷ്ടമുണ്ടല്ലോ, അവരുടെ ജീവിതം മോഹിച്ചാണല്ലോ അങ്ങേരുടെ കൂടെ ചെന്നത്. അപ്പോൾ എന്നിട്ട് അങ്ങേരുടെ കയ്യിൽ ഇങ്ങനെയുള്ള അനുഭവമൊക്കെ ആണല്ലോ ഉണ്ടായത്, എന്തുമാത്രം അവർ അനുഭവിച്ച് കാണും എന്നൊരു നിമിഷം മനസ്സിൽ ചിന്തിച്ചു. പിന്നെയല്ലേ പുള്ളിയുടെ കഥയെല്ലാം നമ്മൾ പുറത്ത് വരുന്നത്. ഇത് എല്ലാം ഒരു കെട്ടിപ്പെടാൻ പോവാണ്. അതിൻ്റെ വേറെ ഒരുപാട് കാര്യങ്ങൾ നടപ്പുണ്ട്, നമുക്ക് ഇതിൻ്റെ പുറകെ പറയാതെ. ഇത്രയും കാര്യങ്ങൾ ഇവർ പറഞ്ഞു. ഇവർ പറഞ്ഞത് ശരിയായില്ല. ഈ ലക്ഷ്മിപ്രിയ വന്നിച്ച് പരസ്യമായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നത്. അപ്പോൾ പിന്നെ ഭാഗ്യലക്ഷ്മിക്ക് അത് പരസ്യമായിട്ട് വന്ന് പറഞ്ഞുകൂടെ നീ കാണിക്കുന്നത് തെറ്റാണ്, നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ പറ്റുകയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് കണ്ടിട്ട് നമ്മുടെ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് വന്നിട്ടുണ്ട്. എനിക്കത് രാജേഷ് ഏട്ടനാണെന്ന് തോന്നുന്നു, രാജേഷ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്.
പുള്ളിക്കാരൻ വന്ന് ഭയങ്കര പക്വതയോടും ഭയങ്കര സൗമ്യമായിട്ടിരുന്നാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. പുള്ളി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വേറെ എല്ലാവരും മോശക്കാരാണ്, ഈ പുള്ളി പറയുന്നതാണ് സത്യവും നമുക്ക് തോന്നും. അതുപോലെയാണ് പറഞ്ഞത്. കുറച്ചൊക്കെ കാര്യം പുള്ളി പറഞ്ഞ് ന്യായമാണ്, അത് സമ്മതിക്കുന്നു. പക്ഷേ ചില കാര്യങ്ങൾക്കൊക്കെ എന്നതും എൻ്റെ ഭാര്യയ്ക്ക് പറ്റും, എൻ്റെ ഭാര്യയ്ക്ക് ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ പറ്റത്തില്ല, അവൾ പൊട്ടിത്തെറിച്ച് സംസാരിച്ച് പോകും എന്ന് ഇവർ എതിരെ നിൽക്കുന്ന ആളെ പറ്റി ഈ വൃത്തിയോട് പറയുമ്പം അവർക്കൊന്നും പൊട്ടിത്തെറിക്കാൻ പറ്റത്തില്ലേ? അവരൊന്നും പറയാൻ പറ്റത്തില്ലേ? നിസ്സാരം ഒരു ഫോട്ടോയുടെ വിഷയമാണ് ഈ പ്രശ്നം ഇത്രയും നാറ്റ കേസ് കേട്ടാക്കിയത്. നിസ്സാരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കേണ്ട ഒരു ചെറിയ പ്രശ്നമാണ്. നമുക്ക് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് പറയുന്ന കാര്യം ഒന്ന് കേൾക്കാമേ. ചേച്ചി എന്തിൻ്റെ പേരിലാണെങ്കിൽ ശരി, ചേച്ചിക്ക് കേട്ട് കേൾവി മാത്രമുള്ള കാര്യമാണ്. അപ്പോൾ ചേച്ചി വന്നിട്ട് ഒന്ന് വിളിച്ചിട്ട് ചോദിക്കാം മോളെ എന്താണ്. ഇതിനു മുമ്പ് ചേച്ചി വിളിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ചേച്ചി ഇത്രയും പ്രശ്നങ്ങൾ ലക്ഷ്മിയെ ഇത്രയും ആളുകളിട്ട് പൊരിച്ചപ്പോഴും അല്ലെങ്കിൽ ഇത്രയും വീഡിയോസ് നെഗറ്റീവ് വീഡിയോസ് വന്നപ്പോഴും അത് ചേച്ചി ഒന്ന് വിളിച്ചിട്ട് എന്താണ് മോളെ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടല്ലോ, എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ചേച്ചി ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്ത് സമൂഹത്തിന് മുന്നിൽ സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് ലക്ഷ്മി ഇങ്ങനെ പറയുന്നത്, ഇതാണെങ്കിൽ ഇത്രയുള്ള കാര്യം എനിക്ക് അവരെ നേരിട്ട് അറിയാവുന്നതാണ്, അതായിരിക്കില്ല നിങ്ങൾ തമ്മിൽ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യുന്നൊരു വാക്ക് ചേച്ചി പറഞ്ഞിട്ടില്ല. ചേച്ചി ഇപ്പോൾ വന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണോ ഇതിനകത്തുള്ള മറ്റൊരു പ്രതി, ഞാൻ അവരുടെ പേര് പോലും പറയുന്നില്ല. കാരണം ഇനി അതിൻ്റെ പേരിൽ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് വന്നിട്ട് എന്നെപ്പറ്റി മോശം പറഞ്ഞു, എൻ്റെ പേരെടുത്ത് പറഞ്ഞു, അങ്ങനെയൊന്നും ഞാനങ്ങനെ ഒരു വിഷയമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ്. നമ്മളെപ്പോഴും എവിടെ നിന്നാണ് ഒരു സന്തോഷം എന്ന് നോക്കി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഒരു പ്രശ്നത്തിന് ഞാൻ ഇടപെടുന്ന ഒരാളല്ല, അല്ലേ, ഭാഗ്യം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ചേച്ചി അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ഫോൺ ചെയ്ത് ചേച്ചിക്ക് ആ കാര്യം ചോദിക്കാം. ചേച്ചി ഇതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വീഡിയോസ് നമുക്കെതിരെ വന്നപ്പോഴപ്പോൾ ചേച്ചി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഈ ഒരു കാര്യം പറയുന്നത് കുറച്ചൊക്കെ ശരിയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഭാഗ്യലക്ഷ്മി അവരുടെ വീടുമായിട്ട് അതുപോലെ അടുപ്പമുള്ളതെന്ന് പറയുന്നുണ്ട്. അവരുടെ അമ്മയായിട്ട് ഒന്നിച്ച് ഡബ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഫാമിലിയായിട്ട് ഭയങ്കര അടുപ്പമുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം പറയുന്നതാണ്, ഭാഗ്യലക്ഷ്മി ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. ഇനി അവരതിന് എന്തെങ്കിലും വിശദീകരണം കൂടെ വരുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇവർ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ വെച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അത്രയും അടുപ്പമുള്ളതാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒന്നെങ്കിൽ ഭാഗ്യലക്ഷ്മിക്ക് നേരിട്ട് അവരെ വിളിച്ച് പറയായിരുന്നു, നീ ഇവിടെ സ്റ്റോപ്പ് ചെയ്യേ, ഇത് നാണക്കേടാണ്, നിനക്ക് തന്നെ നാണക്കേട് വന്നുകൊണ്ടിരിക്കുന്നത്, നീ നിനക്ക് തന്നെ അടിക്കാനുള്ള വടിയിട്ട് കൊടുക്കുവാണ്, അതുകൊണ്ട് നീ ഇവിടെ നിർത്തിവെക്ക് എന്ന് പറയായിരുന്നു. അത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ന്യായം. അത് പറഞ്ഞ് നമ്മൾ ശത്രുവാന്ന് പറഞ്ഞാലും പറയുന്ന കാര്യം ന്യായമാണെങ്കിൽ പറയണല്ലോ. എൻ്റെ ശത്രു അല്ലാട്ടോ അദ്ദേഹം, എൻ്റെ ശത്രുവൊന്നും അല്ല. ഞാനിങ്ങനെ പറഞ്ഞ ഒരു ഉപമ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ശത്രുവാണേലും അവിടെ നിന്നൊരു കാര്യം എതിരെ നിന്ന് പറയുമ്പം അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നതിൽ ഒരു ന്യായമുണ്ടെങ്കിൽ നമ്മളത് ന്യായമായിട്ട് തന്നെ എടുക്കണം. പക്ഷേ ഇതിപ്പോൾ പുള്ളി പറഞ്ഞ് ശരിയാണ്. പക്ഷേ പുള്ളിക്ക് വേറെ കാര്യം ചെയ്യാം, ഭാര്യ ഒന്ന് നിയന്ത്രിച്ച് നിർത്താം, നീ ആവശ്യമില്ല ഒന്ന് ഒതുങ്ങ്, ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ്, ഇത് വീട്, ഈ കേസായിട്ട് വീട് എന്നൊന്ന് പറയാം. അവർ ഇദ്ദേഹത്തിന് ഇവർ വീട്ടിൽ വിളിച്ചൊന്ന് വേണേൽ സംസാരിക്കായിരുന്നു. അതിന് പകരം ഒരു വീഡിയോ ആണ് ഇട്ടത്. ഇനി വരുന്ന ബാക്കി കാര്യങ്ങൾ കൂടെ നമുക്ക് കേൾക്കാം. ചേച്ചി ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അതൊന്നും ആ കുട്ടി അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് അത് നമ്മുടെ പേഴ്സണൽ വിഷയങ്ങളല്ലേ, ഇപ്പോൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ മടങ്ങി ഒതുങ്ങിയിരുന്നൂടെ എന്നൊക്കെ ചേച്ചി പറഞ്ഞല്ലോ. അത് സ്വന്തമായിട്ട് ചേച്ചി ഒരു ദിവസം ചേച്ചിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ചേച്ചി ഒരാളെ ഒരു യൂട്യൂബറുടെ വീട്ടിൽ കയറി ചെന്ന്, വേറൊരു കുട്ടിയും സഹായത്തിനൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവരുടെയും പേര് പറയുന്നില്ല, ഞാൻ അവർക്ക് എന്നോട് വിരോധം വേണ്ട, എല്ലാവരും കണ്ട വീഡിയോ ആണ്, അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കരിയൂലയുടെ മുഖത്ത് വിളിച്ചിട്ട് അയാളെ തല്ലി ചീത്ത വിളിച്ചു. അപ്പോൾ ചേച്ചി നേരത്തെ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ആ കുട്ടിയും ലക്ഷ്മിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കോടതിയിൽ ചെന്ന് തെളിവടക്കം കോടതിയിൽ ചെന്ന് സംസാരിച്ചപ്പോൾ എന്താണ് പൊതുസമൂഹത്തിൽ വന്നിട്ട് ഇത്രയും ഇത്രയും മോശമാകുന്ന എന്തിനാണ് ആൾക്കാർ എന്തെല്ലാം നിങ്ങൾ പറയുന്നത്, ഇതൊക്കെ ചേച്ചി പറയുന്നത്. പക്ഷേ അങ്ങനെ ചേച്ചി തോന്നിയെങ്കിൽ ചേച്ചി ഞങ്ങളെ പേഴ്സണലി വിളിച്ച് ചേച്ചിക്ക് കാര്യം ചോദിക്കാമായിരുന്നു, പറയാമായിരുന്നു. ചേച്ചി ഇതുവരെ മിണ്ടിയില്ല. അപ്പോൾ ചേച്ചിക്ക് അത് പറയാമായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ചേച്ചി ചെന്നിട്ടൊരു കരിയൂർ വിളിക്കുകയും ഒരാളെ ചീത്ത വിളിക്കുകയും അടിക്കുകയും ഒരിടയ്ക്ക് ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എന്തിനാണ് അങ്ങനെ ചെയ്തത്, ചേച്ചിയെ പറ്റി നല്ലൊരു ഇമേജാണ് എല്ലാവർക്കും ഉള്ളത്, ചേച്ചി എന്തിനാണ് അങ്ങനെ ചെയ്തത്, ചേച്ചി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്താൽ പോരായിരുന്നു എന്ന് ഞാൻ ചേച്ചിയോട് അന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ ചേച്ചി ഇപ്പോഴും പറയുന്നത്, എന്തിനാണ് കോടതി പോയി കൂടെ, ആ സമയത്തും കോടതി ഉണ്ടായിരുന്നു, ചേച്ചി പോയോ. അദ്ദേഹം പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പിൽ ഈ ഭാഗ്യലക്ഷ്മി ബിഗ് ബോസിലൊക്കെ വരുന്നതിനൊക്കെ മുന്നേ നടന്നൊരു സംഭവമാണ്. ആ ഒരു വീഡിയോ ഞാനും കണ്ടതാണ്. ആ ഒരു വീഡിയോ കേൾക്കുന്ന ഏതൊരു മനുഷ്യനും ഇച്ചിരിയെങ്കിലും അഭിമാനത്തോടു കൂടി ജീവിക്കുന്നവരാണെങ്കിൽ പ്രതികരിച്ച് പോവുക തന്നെ ചെയ്യും. ശരിക്കും പ്രതികരിച്ച് പോകും. കാര്യം ഇപ്പോൾ ഇവർ ഈ അൻസിബയെ പറയുമ്പം ഈ അൻസിബ ഇത്രയും ക്ഷമയോടുകൂടി ഇരിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്തത്. ഈ ഭാഗ്യലക്ഷ്മി തന്നെയല്ല, ഇവരെ കുറച്ച് പേരെ കൂടി ഒരു മനുഷ്യൻ യൂട്യൂബിലൂടെ ഇരുന്നങ്ങ് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരിപ്പോൾ നമ്മളൊരു റിയാക്ട് ചെയ്യും, ഒരു വീഡിയോ എടുത്ത് വെച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എടുത്ത് വെച്ച് ആ വീഡിയോ ചെയ്ത് നമ്മൾ അതിനെതിരെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അവരൊരു അസഭ്യം പറയുമോ അല്ലെങ്കിൽ അവരൊരു വൃത്തികെട്ട ഒരാളാണെന്ന് പറഞ്ഞ് നമ്മൾ അവരെ പറ്റി നമ്മൾ കണ്ടു എടുത്തു എന്നൊന്നും പറഞ്ഞ് നമ്മൾ പറയാൻ നിൽക്കാറില്ല. പ്രത്യേകിച്ച് നമ്മൾ അറിയാൻ മേലാത്തൊരു കാര്യം ഒരു വീഡിയോ ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ആ മനുഷ്യൻ അങ്ങനെയല്ല ചെയ്തത്. അദ്ദേഹം ഇച്ചിരി പ്രായം ചെന്നൊരു മനുഷ്യനായിരുന്നു. അങ്ങേര് പറഞ്ഞ വാക്കുകളൊന്നും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വൃത്തികെട്ട വർത്തമാനങ്ങളാണ് പറഞ്ഞത്. അത് അങ്ങേര് പറയുന്നത് കേൾക്കുമ്പോഴേ അറിയാം ഇതാരെയാണ് അങ്ങേര് ഉദ്ദേശിക്കുന്നതെന്നും ഇതാരെയാണ് അങ്ങേര് പറയുന്നതെന്നും ഉള്ളത്. അങ്ങനെയാണ് ദിയാസനെയും ഭാഗ്യലക്ഷ്മിയും പിന്നെ വേറെ ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇവർ അങ്ങേരുടെ സ്ഥലം പോയി തപ്പിപ്പിടിച്ചു. നമ്മുടെ ഇപ്പോൾ ഒരു നിയമം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കേസ് കൊണ്ട് കൊടുത്താൽ അന്നേരം ഒരു നിയമ നടപടികളും എടുക്കത്തില്ല. അതിൻ്റെ പുറകെയൊക്കെ പോകുന്നവർക്കറിയാം. നമ്മളൊരു നിയമ നടപടികളൊന്നും പോകത്തില്ല. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഈ നാട്ടിൽ തന്നെ ഒരു സംഭവം നടന്നു പറയാം. അത് ഭയങ്കര വിവാദമായൊരു പ്രശ്നം, അതങ്ങ് ഒതുങ്ങി അങ്ങ് പോയി. ഒരു മനുഷ്യൻ രാത്രിയായി കഴിഞ്ഞാൽ അങ്ങേർക്ക് വിവരം എന്തോ മാനസിക പ്രശ്നങ്ങളെന്നാണ് പറയുന്നത്. രാത്രിയായി കഴിഞ്ഞാൽ ഇരുട്ടത്ത് വന്നേച്ച് പെണ്ണുങ്ങളുള്ള വീടിൻ്റെ വാതിൽക്ക് വന്നേച്ച്
ഒരു നൂൽ ബന്ധമില്ലാതെ നിന്നേച്ച് വിളിക്കുക, സ്ത്രീകളെ വിളിച്ച് അവർ വെളിയിൽ അങ്ങനെ സന്ധ്യ സമയത്തെന്ന് പറയണം, പാരാത്രിക്കൊന്നുമല്ല, സന്ധ്യ സമയത്ത് പെണ്ണുങ്ങളെ വാതിക്കൽ ഇരിക്കുമോ അല്ലെങ്കിൽ അടുക്കള വശത്ത് നിന്ന് എന്തെങ്കിലും ജോലി ചെയ്യുമോ ഇങ്ങനെ വിളിച്ച് ചീരട്ടത്ത് നിന്ന് കാണിക്കുക. പെണ്ണുങ്ങൾ പേടിച്ച് ചാടി അകത്ത് കയറും. അങ്ങനെ ഇവർ കൊണ്ട് പരാതി കൊടുത്തു, നാട്ടുകാർ പോലീസിൽ കൊണ്ട് പരാതി കൊടുത്തു, സാറേ ഇന്ന പോലെ ഭയങ്കര ശല്യമാണ്, സ്ത്രീകൾക്കൊന്നും ഒരു സന്ധ്യ മയങ്ങി കഴിഞ്ഞാൽ വീണ്ടും മുറ്റത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റത്തില്ല, ഇങ്ങനെ വന്നൊന്ന് പേടിപ്പിക്കലാണ്, അതുപോലെ ഇവൻ തുണി ഉടുക്കാറില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എവിടെയെങ്കിലും വെട്ടമെന്നൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ഈ തുണി വെച്ച് മുഖം മറയ്ക്കും. ആ മാനസിക വിഭ്രാന്തി ഉള്ളവന് ഈ മുഖം മറയ്ക്കാനും അറിയാവില്ല, ബാക്കി അവൻ്റെ എല്ലായിടവും കാണിക്കാനും അറിയാം. അങ്ങനെ കാണിച്ച് പോലീസിൽ കൊണ്ട് പരാതി കൊടുത്തിട്ട് ഒരു നിയമ നടപടികളും എടുത്തില്ല. ലാസ്റ്റ് എന്നെ ഇത് നാട്ടുകാരിറങ്ങി പെരുമാറി, അന്നേരം അത് കേസുമായി. ഇതാണ് ഇവിടെ നടക്കുന്ന നമ്മുടെ മിക്ക കാര്യങ്ങളെന്ന് പറയാം. നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുതന്നെയാണ് ഈ ഭാഗ്യലക്ഷ്മിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. ഭാഗ്യലക്ഷ്മിയുടെ കാര്യത്തിൽ അവരെന്നെ ഇത് അങ്ങനെ ഒരു വീഡിയോ ഇടുന്നു, വീണ്ടും അടുത്ത വീഡിയോ ഇടുന്നു. ഇതിങ്ങനെ ഒരു വീഡിയോ നമ്മളിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഇടുന്ന ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് പബ്ലിക്കിലേക്ക് കുറേ ആൾക്കാരുടെ ഇടയിലേക്കാണ് ഇതങ്ങ് പോകുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അറിയപ്പെടുന്ന ഒരു വ്യക്തികളെ പറ്റി വൃത്തിയോടും കൂടെ പറയുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങ് തീപ്പൊരി മാതിരി അങ്ങ് പറക്കുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവരവിടെ ചെന്ന് 5-6 അടിയും വെച്ച് കൊടുത്തു, കുറച്ച് കരിയോലും കോരി ഒഴിച്ച് ചെയ്തതാണ്. പക്ഷെ അവർ ചെയ്ത് തെറ്റാണ്, നല്ല കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അയാളുടെ സ്ഥലത്ത് ചെന്ന് അയാളുടെ റൂമിൽ കയറിയാണ് അയാളെ ഉപദ്രവിച്ചത്. അത് ചെയ്യാൻ പാടില്ല, പക്ഷേ അവർക്കത് അവരെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. അത്രക്കുള്ള വൃത്തികേടുകളാണ് അവരെ പറ്റി പറയുന്നത്. അത് കേസായി, അത് അവരുടെ പേര് കേസായി. അവർ ആ കേസിന് പുറകെ ഇപ്പോഴും നടക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ദിയാസന പറഞ്ഞില്ലേ, ഇപ്പോഴും എൻ്റെ പേരിൽ ആ കേസ് നടന്നുകൊണ്ടിരിക്കുക, ആ കേസിൻ്റെ പുറകെ ഞാൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വർഷങ്ങളോളം ഇങ്ങനെ നീണ്ടുപോകുക കേസ്, കോടതി കയറി ഇറങ്ങി നമ്മൾ തന്നെ അങ്ങ് മടുക്കും. അങ്ങനെ വരുമ്പോഴാണ് ഈ ആൾക്കാർ പറഞ്ഞത് ഒന്നും വേണ്ട, എന്നേലും ആയിപ്പോട്ടെ നമ്മൾ ഒരു പ്രശ്നത്തിൽ ഇടപെടാതെ ആൾക്കാർ ഇരുന്ന് പോകുന്നത്. അതാണ് ഇപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞത്. ഇതുമായിട്ട് നിങ്ങൾ ഒരിക്കലും സാമ്യപ്പെടുത്തരുത്. അവർ അത്രയ്ക്ക് പച്ചയ്ക്കുള്ള വൃത്തിയായിട്ട് വർത്തമാനങ്ങളാണ് പറഞ്ഞത്. ഇവർ പറയുന്നത് ഇപ്പം നമുക്ക് കോടതിയിലൊക്കെ പോയാൽ പെട്ടെന്ന് കാര്യങ്ങൾ പിന്നെയും നടക്കുന്നുണ്ട്. ഒരു പരാതി കൊണ്ട് കൊടുത്താൽ കഴിഞ്ഞ ദിവസം തന്നെ അൻസിബ തന്നെ കൊണ്ട് കൊടുത്തു, കോടതിയും തന്നെ അന്നേരം അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി, സ്റ്റേഷനിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് വന്നപ്പോൾ കേസ് തള്ളിപ്പോയി, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതി വഴി പോകാമെന്നാണ് അവർ പറഞ്ഞത്. അതിനാണ് പുള്ളി ഇപ്പോൾ ഈ കേസ് കെട്ടെടുത്തിട്ടത്. അതാ പറയുന്നത്, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാനും എടുക്കാനും നല്ല മിടുക്കാണ്. സ്വന്തം ഭാര്യ ഇരുന്ന് കാണിക്കുന്ന തോന്നിവാസങ്ങൾ പുള്ളി അന്നേരം ഇരുന്നങ്ങ് ഉറങ്ങുക. ഈ കുട്ടി ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്നോട് ഭയങ്കര സ്നേഹമുള്ള ഒരാൾ ചേട്ടാ എന്ന് വിളിക്കുകയും, പിന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു ലക്ഷ്മി മാഡം ഒന്ന് വിളിച്ച് ചോദിക്കണം എന്താ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടത്, ഇങ്ങനെ ഫോട്ടോ എന്ത് ഫോട്ടോ എന്നാ കുട്ടി പറയുന്നില്ല, അതിങ്ങനെ വീട്ടുകാർ കണ്ട് എന്താണ് എന്നോട് ചോദിക്കുന്നത്, ഞാൻ അതിന് മറുപടി പറയണം. അപ്പോൾ ആരോപിച്ചവർ തന്നെ എൻ്റെ തെളിവ് തരട്ടെ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ തെളിവില്ല, അവർ തന്നെ തെളിവ് കൊണ്ടുവരട്ടെ. അതെന്തുകൊണ്ട് അവർ ഫോൺ എടുക്കുന്നില്ല, സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ കണ്ട കാര്യം എന്തുകൊണ്ട് പറയുന്നില്ല, ഇതായിരുന്നു വിഷയം എന്ന് അവർ പറയാത്തത്. ഒരു കാര്യം ആരോപിച്ചിട്ട് പോകുന്നതല്ലോ. പിന്നെ അത് ഞാനൊരു ചെറിയ മെസ്സേജ് ആയിരുന്നു, അല്ലെങ്കിൽ ഇത്രയും അയച്ചു, ഇങ്ങനെ രേവതി പറയുന്നല്ലോ, അവിടുത്തെ ചെടിച്ചട്ടി പൂച്ചട്ടി എടുത്തു പൊട്ടിച്ചു, അവിടെ നിന്ന് കൊടയെടുത്ത് അവൻ്റെ തലക്കടിച്ചു, ഞാൻ ഇത്ര ചെറുവരെ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന പോലെയാണോ? പക്ഷെ അതിൻ്റെ പേരിൽ അവിടെ എന്തെല്ലാം പ്രശ്നമുണ്ടായി എന്ന് പറയുന്ന പോലെ നമ്മൾ ചെറുതെന്ന് വിചാരിക്കുന്ന കാര്യം മറ്റൊരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാകും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു ചെറിയ പ്രശ്നം എങ്ങനെയാണ് ഇപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഫോട്ടോയുടെ കാര്യം പറഞ്ഞൊരു മെസ്സേജ് അയച്ചു, ഇത് എവിടെ ചെന്ന് അവസാനിച്ച് നിൽക്കുന്ന എവിടെയാണ്? ചെറിയ മെസ്സേജാണെന്ന് പറയുകയും ചെയ്യുന്നത്. ആ ചെറിയ മെസ്സേജ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയോ? ഒരു കാര്യം ഇത് ഇദ്ദേഹം പറയുന്നത് നമുക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം അൻസിബ കാണിച്ചത് മോശം തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും പറയത്തുള്ളൂ. കാര്യം നമ്മൾ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയമില്ലേ എന്നൊക്കെ, സംശയം ഉണ്ടായിട്ടാണോ നിങ്ങൾ അവരെ ഉപദ്രവിച്ചെന്നൊക്കെ പറയുന്നത്. ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് അത് മതിയായിരിക്കാം. ഒന്നാമത് കലാഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്നതൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് ഒരുപ്പെട്ടവർക്കല്ലേ ഇപ്പം ഒരു മോശം ഒരു ഇമേജാണ് വരുത്തി വെച്ചത്. കാര്യം കുറേ എണ്ണങ്ങൾ വന്ന് അങ്ങനെ ആക്കി അങ്ങ് തീർക്കുകയാണ് ചെയ്യുന്നത്. കല ഇപ്പം അങ്ങ് ഭയങ്കര മോശമായിട്ടൊരു ഫീൽഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സംസാരിച്ച് ഇവർക്ക് ആ മെസ്സേജ് അയച്ചു. ഇനി അൻസിബ ഇവരൊക്കെ ആയിട്ട് അത്രയും അടുപ്പുള്ള സ്ഥിതിക്ക് അൻസിബയ്ക്ക് ഒറ്റ വാക്കി തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ചേച്ചി, ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു വീഡിയോ ഒരു ഫോട്ടോ കണ്ടു, അതാണ് ഞാൻ ചോദിച്ചത്, ചേച്ചി ഇനി അവിടെ പോയപ്പോഴെങ്ങാനും എടുത്തതാണോ? അതാണ് ഈ പുള്ളിക്കാരൻ പറയാം, ചേട്ടാ ഞാൻ ഇതാണ് കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മെസ്സേജ് ചേച്ചിയോട് പെട്ടെന്ന് ഇട്ടതാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാലും അവർക്ക് പറയാം, പിന്നെ ഞാൻ തിരക്കായിപ്പോയി, ഇത് ഇത്രയും പ്രശ്നമാണെന്ന് ഞാൻ വിചാരിച്ചില്ല, ഇത്രയേ ഉള്ളൂ കാര്യം, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അവരും പറയില്ല ഞങ്ങളും കണ്ട് ഇൻസ്റ്റയിൽ ആ ഫോട്ടോ ഞങ്ങളും കണ്ടതാണ്, അത് ഇന്നതാണെന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം തീരുമായിരുന്നു. പക്ഷേ അൻസിബ അത് ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. അത് ഇത്രയും വിഷയമാക്കിയത് അൻസിബയാൻ തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇവരുടെ രണ്ട് കൂട്ടരുടെ ഭാഗത്ത് ഈ ഒരു മെസ്സേജിൻ്റെ കാര്യത്തിൽ ഉണ്ട്. ഇവർ തർക്കിക്കുന്നെങ്കിൽ ഇവരുടെ വീട്ടിൽ അതുപോലുള്ള പ്രശ്നം, ഈ ഇരുന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന സംസാരിക്കുന്ന ആളൊന്നുമല്ല. ഇത് കേസ് വരെ വന്നതാണ്. കാര്യം നമ്മൾ ഓർക്കും പാവത്താനെ പോലെ ഇരിക്കുന്നവർ ചിലപ്പോൾ പഞ്ചപാവമെന്ന് ഓർക്കും ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ. പക്ഷേ ഇവർക്ക് വേറൊരു മുഖം കൂടെ കാണും. ഒരു കാര്യം അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം ചെറുതല്ല, നിസ്സാരമല്ല. അത് അയക്കുന്നവർക്ക് നിസ്സാരമാണെങ്കിൽ അത് സ്വീകരിക്കുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ? അത് എൻ്റെ പ്രിയ സഹോദരി ഒന്ന് മനസ്സിലാക്കിയാൽ, ഞാനും നിങ്ങളുമായിട്ട് ഒരു ശത്രുതയില്ല, ഇന്നും ഞാൻ സഹോദരി സ്ഥാനത്ത് തന്നെ കാണുന്നത്. വിഷയങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങോട്ടും സത്യത്തിൽ അടിയിടിയും ബഹളം ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും എനിക്കിപ്പോഴും നിങ്ങൾ ആദ്യം പരിചയപ്പെട്ട അന്ന് ഞാൻ തന്ന സ്നേഹം തന്നെ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ വിചാരിക്കേണ്ട. പക്ഷേ ഞാൻ ഫോണിൽ സംസാരിച്ചതും എന്താണ് അങ്ങനെ തെളിവ് തരാത്തത്? നിങ്ങൾ പോലീസ് സ്റ്റേഷൻ വന്നിരുന്നാണോ ഞാൻ മറുപടി സംസാരിക്കുന്നത്? ഇതേ സംസാരം നമ്മുടെ ഫോണിലോ ഡയറക്റ്റ് വീട്ടിൽ വന്നിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ വേണമായിരുന്നോ? അതെന്തുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് സംസാരിക്കേണ്ട സമയത്ത് സംസാരിച്ച് തീർക്കാതിരുന്നത്? ഒരു മെസ്സേജ് വെച്ചിട്ട് അങ്ങ് പോവുക, മുങ്ങിക്കളയാന്നുള്ളത് അത് ശരിയാണോ? ഒരു ഫാമിലിയിലേക്കാണ് അയക്കണമെന്ന് ആലോചിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പൊട്ടത്തരങ്ങളുടെ പേരിലാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാനുള്ള കാര്യങ്ങളായിരുന്നു, പക്ഷെ ശ്രദ്ധിച്ചില്ല അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫോണിൽ സംസാരിച്ചത്. ആ ഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് പിന്നെ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ്, അയാളെയും കൂടി ഇയാളെന്നൊക്കെയുള്ള അഭിസംബോധനകളൊക്കെ പിന്നീടാണ് വന്നത്.
അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ എനിക്ക് ഇടപെടാൻ ഇഷ്ടമുള്ള ഒരാളല്ല. പെണ്ണുങ്ങൾ അവർ തമ്മിൽ എന്താ വെച്ചാൽ ആയിക്കോട്ടെ, നമ്മളിതിനെ ഇടപെടാന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ചേട്ടൻ ആ പറഞ്ഞതിൻ്റെ മറുപടി ഇപ്പം ഞാൻ തരാം. പെണ്ണുങ്ങളുടെ വിഷയമാണ്, അത് ഞാൻ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ ബാക്കി കാര്യം ഇപ്പം ഞാൻ കൊണ്ടുവരാം. ഇതിപ്പോൾ ഈ പറയുന്നൊരു കാര്യം, ഇതിപ്പോൾ നേരെ തിരിച്ച് ഈ ലക്ഷ്മിപ്രിയ ഈ അൻസിബയുടെ ഫോണിലോട്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്നത്. അൻസിബ ഇന്നടുത്ത് പോയി ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട്, അങ്ങനെ വല്ല ചേച്ചി എന്നതേലും എങ്ങനെയല്ലോ എന്നതേലും സൈസ് ഫോട്ടോ എടുത്ത് അങ്ങനെ ഒരു ചോദ്യമാണ് മെസ്സേജ് ഇട്ടേക്കുന്നത്. ഇത് അൻസിബയുടെ വീട്ടിലുള്ള ആരെങ്കിലും കാണുന്നു, അവരത് വിഷയമാക്കുന്നു, ഈ ലക്ഷ്മിപ്രിയ അതിന് റിപ്ലൈ കൊടുക്കാതിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ അൻസിബ എന്നാലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുവേ. കാര്യം അവരോട്ട് റിപ്ലൈ തരുന്നില്ല, ഇങ്ങനൊരു മെസ്സേജ് വായിച്ചു, അവരുമായിട്ട് ഇത്ര അടുപ്പമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അവർ പറയത്തില്ലേ ആ മെസ്സേജ് അത് എന്നാ മെസ്സേജ്, അതിപ്പം ആരുടെ ഭാഗത്താണല്ലോ. എനിക്കാണെങ്കിലും ഇപ്പോൾ ഒരാൾ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചാൽ എനിക്ക് എൻ്റെ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഞാൻ വൈലൻ്റ് ആകും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കെട്ടിയമാർക്ക് നമ്മൾ എത്ര അറിയാമെന്ന് പറഞ്ഞാൽ നമുക്കൊരിത് വേണ്ടേ. അത് ലക്ഷ്മിപ്രിയയും പറയുന്നുണ്ട്, ആ മെസ്സേജ് എനിക്കും ഇഷ്ടപ്പെട്ടില്ല, അത് ഏതാണെന്നറിയാം, അവർ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നും എനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ അവരാ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ നമ്മുടെ കയ്യിലും ഇല്ല. നമ്മളത് വളച്ചൊടിച്ച് അവരെ കുറ്റക്കാരിയാക്കി കൊണ്ടുവരണമെങ്കിൽ നമുക്കത് കൊണ്ടുവരാം. പിന്നെ ഈ ചേട്ടൻ പറഞ്ഞതിനുള്ള മറുപടി ഇപ്പം കേൾപ്പിച്ചു തരാവേ. ആലപ്പി അഷറഫ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലാണ്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയാറുണ്ട്. അപ്പം ഈ ഒരു കേസിൻ്റെ കാര്യമായിട്ട് അദ്ദേഹം സ്റ്റേഷനിൽ നിന്ന് അറിഞ്ഞൊരു കാര്യമാണ്, ഈ ഇദ്ദേഹത്തിൻ്റെ പേര് എന്തോ കേസ് ഫയൽ ചെയ്തിരുന്നത്. അൻസബി എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ അങ്ങനെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങൾ കേസാക്കാൻ പറഞ്ഞു, ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ലക്ഷ്മി ഇപ്പം എത്രയാണെന്ന് പറഞ്ഞാലും ഭർത്താക്കന്മാരും ഭാര്യമാരും തമ്മിലുള്ള എല്ലാ വഴക്കിനും എപ്പോഴും കേസും പരാതിക്കും വന്നാൽ അതിനെ നേരം കാണുള്ളൂ. ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ വഴക്കും ബഹളവും ഒക്കെ കാണും. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഉടനെ ഓടി സ്റ്റേഷനിലോട്ട് 24 മണിക്കൂർ പോകാൻ നിന്നാൽ അതിനെ നേരം കാണുള്ളൂ. അപ്പോൾ ലക്ഷ്മിപ്രിയയുടെ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അത് ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള കാര്യമാണ്, പുറത്തുള്ളവർ ഇടപെടേണ്ടതാണ്. അതൊരു ന്യായമായിട്ടൊരു മറുപടിയാണ് പറഞ്ഞത്. അവർ ഓരോ ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിൽ മൂന്നാമതൊരാൾ ഇടപെടേണ്ടെന്ന് പറഞ്ഞാൽ ഇടപെടേണ്ട, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് വേറെ ഒന്നും ഇല്ലത്. അവർക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ ആർക്കാണ് പരാതി? അപ്പം ഈ ചേട്ടൻ ഇപ്പോൾ പെണ്ണുങ്ങളുടെ വിഷയമാണ്, അത് ഞാൻ ഇടപെടത്തില്ല, എനിക്ക് പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ ഇടപെടുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ആ ചേട്ടൻ്റെ കാര്യം കുറച്ച് കഴിയുമ്പോൾ കേൾപ്പിക്കാം. ഞാൻ അവളോട് പറഞ്ഞു, അൻസിബയോട് പറഞ്ഞു, എന്റെ ഭർത്താവ് ജയേഷിനെ വിളിച്ച് നീ അയച്ച മെസ്സേജിൽ ഒരു സത്യവുമില്ല, ഞാൻ വെറുതെ തമാശക്ക് അയച്ചതാണെന്ന് ഒന്ന് പറയണമെന്ന്. എന്റെ കുടുംബജീവിതം ഇതിന്റെ പേരിൽ ആകെ പ്രശ്നത്തിലാണ്. ഇവിടെ ഇതിന്റെ പേരിൽ വലിയ വഴക്ക് നടക്കുകയാണ്. നീ ഇത് വെറുതെ അയച്ചതാണെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അവൾ വിളിച്ച് പറയാമെന്ന് എന്നോട് പറഞ്ഞെങ്കിലും അവൾ അത് ചെയ്തില്ല. പിന്നീട് ഞാൻ വിളിക്കുമ്പോഴൊന്നും എന്റെ ഫോണും എടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പോലീസിൽ പരാതിപ്പെട്ടത്. അയാൾ എന്നെ കണ്ടമാനം ഉപദ്രവിച്ചു, പട്ടിയെ തല്ലുന്ന പോലെ തല്ലി. അൻസിബ പോലീസ് സ്റ്റേഷനിൽ കേട്ടല്ലോ, അയാൾ എന്നെ കണ്ടമാനം ഉപദ്രവിച്ച് പട്ടിയെ തല്ലുന്ന പോലിട്ട് തല്ലിയെന്ന്. അപ്പോൾ അത്രയും അവർക്ക് പീഡനം അനുഭവിച്ചപ്പോൾ അവർക്ക് വാശി കയറി കാണും, അവർക്കത് നിയമപരമായിട്ട് പോകണമെന്ന് തോന്നിക്കാണും. അങ്ങനെയായിരിക്കും അവരത് കേസിന് വരും. പക്ഷേ അതിൽ അൻസിബയുടെ ഭാഗത്ത് ഒരു 100% തെറ്റുള്ളതായിട്ട് നമുക്ക് നമ്മൾ ഈ ലക്ഷ്മിപ്രിയ നല്ലതാണോ അവർ വായിന്ന് വരുന്ന വർത്തമാനം നല്ലതാണെന്നോ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പം അങ്ങോട്ടൊരു മെസ്സേജ് ചെല്ലുമ്പം അത് എത്ര വിശ്വാസമുള്ള ഭർത്താവെന്ന് പറഞ്ഞാലും ഇങ്ങനൊരു മെസ്സേജ് ചെല്ലുമ്പോൾ ഒരുപക്ഷെ സംശയിച്ചെന്നിരിക്കും. ഈ ഒരു കാര്യം ഞാൻ ഇതിന് മുന്നേയും കേട്ടായിരുന്നു. ഇങ്ങനെ ഇവരെ ഉപദ്രവിക്കുകയും ഒരുപാട് അനാവശ്യങ്ങൾ ഇവരെ പറയുകയും അല്ലെങ്കിൽ ഇതിൻ്റെ തെളിവ് എന്നാന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വന്ന് ഇന്ന് ഈ പഞ്ചപുച്ഛം അടക്കി സൗമ്യമായിട്ട് സംസാരിക്കുന്ന ആ ആളുടെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ വോയിസിലൂടെ കേട്ടത്. ഇത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരനോട് തന്നെ ലക്ഷ്മിപ്രിയ പറഞ്ഞ കുറച്ച് കാര്യമുണ്ട്. ഈ ആലപ്പി അഷറഫ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിനോട് ലക്ഷ്മിപ്രിയ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഈ ലക്ഷ്മിപ്രിയനെ നമുക്ക് ആർക്കും ഇഷ്ടമല്ലാതെ പോയൊരു കാര്യം. ആർക്കും ഇഷ്ടമല്ലാതെ പോയൊരു കാര്യം അതാണ്. ഒരു പെണ്ണിനെ എങ്ങനെയെല്ലാം മോശക്കാരിയാക്കാവോ അങ്ങനെയെല്ലാം ആക്കാനാണ് അവർ നോക്കുന്നത്. പരാതിയുടെ പകർപ്പും മൊഴിപ്പകർപ്പും ഒക്കെ ചോദിച്ചു. അത് നിങ്ങൾ പ്രതിയാണ്, നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അത് പരാതിക്കാരിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ അവളുടെ കൂട്ടുകാരൻ മിഥിൻ ലാലിനെ വിളിച്ചു വരുത്തി അവിടെ ബഹളമുണ്ടാക്കി. എന്നാൽ കോപ്പി കൊടുക്കാത്ത സാഹചര്യത്തിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടാണ് അവർ പോയതെന്നാണ് ലക്ഷ്മിപ്രിയ എന്നോട് പറഞ്ഞത്. ഈ വിഷയത്തെക്കുറിച്ച് ലക്ഷ്മിപ്രിയ എന്നോട് സംസാരിച്ചപ്പോൾ അൻസിബയെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നതിനിടയിൽ അവൾ തീവ്രവാദിയാണിക്ക എന്ന് പറയുകയും ചെയ്തു. അത് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതാണെന്നാണ് ഞാൻ കരുതിയത്. കൂടെ കൊണ്ടു നടന്ന പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കുറിച്ച് അവിഹിത കഥയും കൂടെ തീവ്രവാദി എന്ന വിളി കൂടി വന്നപ്പോൾ എനിക്ക് അവരോട് തോന്നിയ ആ സഹതാപം ഇല്ലാതായി. ഒരു പെൺകുട്ടിയെ പറ്റി പറഞ്ഞൊരു കാര്യമാണ്, കൂടെ നടന്ന് അത്രയും നാൾ ഒന്നിച്ച് നടന്ന് എൻ്റെ അനിയത്തിയാണ്, എൻ്റെ മകളാണ്, എൻ്റെ മറ്റതാണ് മറിച്ചാണെന്ന് എല്ലാം പറഞ്ഞ് കൂടെ ചേർത്ത് പിടിച്ച് നടന്ന ഒരു പെണ്ണിനെ പറ്റി ഒരു നിമിഷം പറഞ്ഞ കാര്യമാണത്. ഈ നമുക്ക് ദേഷ്യം വരുമ്പോൾ പലതും പറയും, പക്ഷേ അത് ഒരു ദേഷ്യത്തിന് പറഞ്ഞു പോകും, അതവിടെ അങ്ങ് പറഞ്ഞു. വീണ്ടും ഇത് തന്നെ മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് അങ്ങനെയാക്കി തീർക്കുമ്പോഴൊരു കാര്യമൊന്ന് ഓർത്ത് നോക്കി. അത് ഈ സമൂഹത്തിനെ ഒരുപാട് ബാധിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ ഈ രാജ്യത്തെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇവർ ആ ഒരു പെണ്ണിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു കുറ്റം എന്ന് പറയുന്നത്. ആ ഒരു പെണ്ണിന് ആ ഒരു സമയത്തുള്ള ആ ഒരു മാനസികാവസ്ഥ ഓർത്ത് നോക്കി. ആ പെൺകുട്ടി അനുഭവിക്കുന്ന മാനസികാവസ്ഥ, അവൾ ആ ഒരു മുസ്ലിം സമുദായത്തിൽ ജനിച്ചെന്നുള്ളൊരു തെറ്റാണോ അത് പറ്റിപ്പോയത്? അതാ പറഞ്ഞത്, ഈ ലക്ഷ്മിപ്രിയയ്ക്ക് ആരെയും മോശക്കാരിയാക്കണമെങ്കിൽ അവരെന്നതും വിളിച്ച് പറയും, എന്നതും. പക്ഷെ അവരെ ആരും ഒന്നും പറയാൻ പാടില്ല.
അവരെ ആരും ഒന്നും പറയാൻ പാടില്ല. അവരെ എപ്പോഴും നല്ലവളെന്ന് പറഞ്ഞ് നിർത്തണം. അതാണ് അവർക്ക് ഇഷ്ടം. ബാക്കിയുള്ള എല്ലാവരും അവർക്ക് മോശം വർത്താനം പറയാം. അവരും അവരുടെ ജ്യേഷ്ഠനും ആരും ഒന്നും പറയരുത്. ജ്യേഷ്ഠനും അവരും നല്ലത്, അവരുടെ ഫാമിലി മൊത്തം നല്ലത്, ബാക്കിയെല്ലാം മോശക്കാർ. അവർക്കേ ഉള്ളൂ അറിവ്, അവർക്കേ ഉള്ളൂ ഈ ലോകപരിചയം എന്നൊരു മൈൻഡാണ്. പക്ഷേ രണ്ടുപേരും വന്നിട്ട് ചില സമയത്ത് പറഞ്ഞ പൊട്ടത്തരങ്ങൾ മാത്രമാണ്. ഇദ്ദേഹം വേറെയും കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. എന്താ പെണ്ണുങ്ങളായാൽ കുശുമുണ്ടാകും എന്നൊക്കെ. ഈ ഭാഗ്യലക്ഷ്മിയെ പറ്റിയാണ് അതൊക്കെ ഒരു ഉപമിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഇവരെക്കാൾ അപ്പുറം പൊട്ടത്തരം പറഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനാണ് ഇവർ ഈ ഫാമിലിയെ ഇങ്ങനെയാണോ നമുക്ക് ചിന്തിച്ചു പോകും. അത് കുറച്ചുണ്ട്. ഇദ്ദേഹം ഒരു ലൈവിൽ വന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മുഴുവൻ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇദ്ദേഹത്തിന് ഈ ഇടയ്ക്കുന്നൊക്കെ നമ്മൾ എടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളങ്ങ് വിട്ടുപോകും. ഈ പുള്ളിയെ വെറുത്തു പോകും. എനിക്കൊന്ന് നീനാക്കുറുപ്പിന് ഇവർ പിന്നെ ഒരു സ്നേഹപ്രകടനമൊക്കെ നടത്തുന്നുണ്ട്. നീനാക്കുറുപ്പിനെ ഇവർ ഈ നീനാക്കുറുപ്പിനെ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ച് പുഴുത്തു. അത് ഇവർ പറയുന്നുണ്ട് കേട്ടോ. ഇവർ ആ ലൈവിനകത്ത് ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്. അത് സബിത ബേട്ടി ഉണ്ടാക്കിയ ഒരു പ്രശ്നം. സജിത ബേട്ടി അങ്ങനെ ആ പുള്ളിക്കാരുടെ പേര് എപ്പോഴും എനിക്ക് തെറ്റിപ്പോകും കേട്ടോ. സജിത ബേട്ടി പറയുന്നൊരു കാര്യമുണ്ട്. അവർ കള്ളത്തരമാണ് പറഞ്ഞതെന്ന് അറിഞ്ഞു, പിന്നെ ഇവർക്ക് നീനാക്കുറുപ്പിനെ പറഞ്ഞത് വിഷമമായി എന്നുണ്ട്. അതും വീഡിയോ എടുത്ത ആൾക്കാർ അതും പുറത്ത് വിട്ടെന്നുള്ളതാണ്. ഇവർ കൂടെ തന്നെ ഉള്ളതൊക്കെ തന്നെയാണ് ഏറ്റവും തറകളെന്ന് പറയാനായിട്ട്. ഇവർ അവിടെ എന്നാ മൂളിയാലും അത് അതുപോലെ എടുത്ത് പബ്ലിക്കിലേക്ക് ഇടും. അതാണ് കാണിക്കുന്നത്. ഈ ഒരു സംഘടനയിൽ എന്നാ നടക്കുന്നത് നോക്കിയിരിക്കുന്ന കുറേ ആൾക്കാരെ പോലെയാണ് കുറേ എണ്ണങ്ങൾ. അപ്പം ആ ഒരു ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരിയെ നമുക്ക് ചില സമയത്ത് ഇവരെ പിടുത്തം കിട്ടത്തില്ല. ചില സമയത്ത് നമ്മൾ ഓർക്കും ഇവർക്ക് ഇങ്ങനെ പെട്ടെന്ന് മനസ്സിൽ വരുന്നുണ്ട്. ചില സമയത്ത് ഇവരുടെ രീതിയും കണ്ട നമ്മളെ ബിഗ് ബോസിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ തുപ്പുക എന്നതൊക്കെയാണ്. ഒന്ന് പറയണ്ട, നമുക്ക് ഈ വീഡിയോ കൂടെ ഒന്ന് കാണാം. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടങ്ങ് ഇരിക്കാനുള്ള കാര്യങ്ങളുണ്ട് ഇവരെ പറ്റി. ഇവരിങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ചപ്പം നീനാക്കുറുപ്പ് അമ്പരന്ന് പോയെന്ന് പറഞ്ഞു. കാര്യം അത്രയ്ക്ക് മോശം വാക്കുകൾ പറഞ്ഞാണ്. പക്ഷെ നീനാക്കുറുപ്പ് അതിനകത്ത് കരയുന്നുണ്ട്. കരഞ്ഞുകൊണ്ടാണ് അവർ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത്. അവർക്കും വിഷമമുണ്ട്. എത്രയാണെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഒന്നിച്ച് നടക്കുന്നവരല്ലേ. ഓരോ ദേഷ്യത്തിന് പറഞ്ഞു പിന്നൊരു ദേഷ്യത്തിന് ഒന്നിച്ച് കൂടുമ്പോൾ അതങ്ങ് കൂടും. അവർ ആ കരഞ്ഞുകൊണ്ട് ലക്ഷ്മിപ്രിയ ക്ഷമ പറഞ്ഞുകൊണ്ടാണ് കെട്ടിപ്പിടിക്കും അവർക്കൊരു ഉമ്മയും കൊടുത്തേച്ചാണ് പോകുന്നത്. ഈ വീഡിയോയും സോഷ്യൽ മീഡിയ മൊത്തം ലക്ഷ്മിപ്രിയയ്ക്ക് എതിരായിട്ടാണ് വന്നിരിക്കുന്നത്. നാണമില്ലാത്ത സ്ത്രീയെ അവരെ ചെന്ന് കെട്ടിപ്പിടിച്ചു. അവർ പോലും അമ്പരത്ത് പോയി അവിടെ നിന്നേരല്ല ഇശയെന്ന് വെച്ചു. അത് ശ്വേതാമേനാണ് ഇശയെന്ന് വെക്കുന്നത്. ആ ഇശയെന്ന് വെക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ആ വീഡിയോ കാണാൻ പറയാം. ഇവർ കരയുന്നതിനാണ് ശ്വേതാമേന ഇശയെന്ന് വെക്കുന്നത്. അല്ലാതെ അവർ കെട്ടിപ്പിടിച്ചതിനൊന്നും അല്ല ഇശയെന്ന് വെച്ചേക്കുന്നത്. അത് അങ്ങനെ വ്യാഖ്യാനിച്ച് കുറേ പേര് വീഡിയോക്ക് എത്ര പറയുന്നത് കേട്ടു. ലക്ഷ്മിപ്രിയയെ ചെന്ന് നീനാക്കുറുപ്പിനെ കെട്ടിപ്പിടിച്ചപ്പം അവിടെ നിന്നോര് പോലും ഇശയെന്ന് വെച്ച് പോയെന്ന്. അതല്ല, നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലായി. ഞാൻ ഒന്നുകൂടെ വീഡിയോ കാണിച്ചേ. ലക്ഷ്മിപ്രിയ കരയുന്നതിനാണ് സേതമൻ അയ്യേ എന്നോടൊന്ന് വെക്കുന്നത്. അതും വേറൊക്കെ കുറേയൊക്കെ പറയാം. നമ്മളിപ്പം ഒരാൾ തെറ്റ് മോശമായിട്ട് സംസാരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ പോലും അവരിൽ ഒരു ശരിയുണ്ടെങ്കിൽ നമ്മളത് പറയേണ്ട വീഡിയോ ചെയ്യാനായിട്ട്. കാര്യം ലക്ഷ്മിപ്രിയ ആണെങ്കിലും അൻസിബയാണെങ്കിലും നമുക്ക് ഒരുപോലെ. ഇപ്പോൾ ലക്ഷ്മിപ്രിയയുടെ ഭാഗത്ത് തെറ്റുണ്ടായാലും നമ്മൾ തെറ്റെന്ന് പറയും. അൻസിബയുടെ ഭാഗത്ത് തെറ്റുണ്ട്. പിന്നെ ഇതിൽ കുറച്ചും കൂടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അൻസിബ ഇച്ചിരി കൂടെ കാര്യവിവരത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരാരെയും പറ്റി ഒരു അവിഹിതമോ അല്ലെങ്കിൽ മറ്റേതോ മറിച്ചതോ ഒന്നും പറയാൻ നടക്കുന്നില്ല. അൻസിബ മിണ്ടാതിരിക്കുന്നതിനാണ് അൻസിബയുടെ ഫ്രണ്ട് വന്നിച്ച് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇതോരോന്നും എടുത്ത് പറയുന്നത്. എന്നിട്ടും അൻസിബ അറിഞ്ഞിട്ടില്ല. അവർ അങ്ങനെ എടുത്തു ചാടി ആരെയും ഒരു വേണ്ട അവരുടെ കയ്യിൽ നിന്ന് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ ആ ഒരു മെസ്സേജാണ്. അത് അവരുടെ കയ്യിൽ നിന്ന് പറ്റിയൊരു അബദ്ധം. ഒരു പക്ഷേങ്കിൽ അവരിനി അത് അനങ്ങാതെ നിന്നത് അവർക്ക് തന്നെ തോന്നിക്കാണും ഞാൻ കാണിച്ച തെറ്റാണ്. അതുകൊണ്ടായിരിക്കും അൻസിബ പിന്നെ അതിന് റിപ്ലൈ കൊടുക്കുക. അതങ്ങനെ അങ്ങ് പോകുന്നൊരു പക്ഷേ വിചാരിച്ച് കാണും. കാര്യം ഇവരൊക്കെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരല്ലേ. അപ്പോൾ പിന്നെ അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കില്ലെന്നായിരിക്കും അൻസിബ വിചാരിച്ചത്. പല പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയാതാകുമ്പോൾ പിന്നെ അതിന് പുറകെ പോവുകയില്ലെന്ന് കരുതി കാണും. പക്ഷേങ്കിൽ അത് വലിയ വിഷയമായി. അത് ഒരു പക്ഷേ ആ ഒരു മെസ്സേജ് ചിലപ്പോൾ തള്ളിപ്പോയായിരുന്നേനെ. ഈ അമ്മയ്ക്കകത്തെ പ്രശ്നങ്ങളും അതിനകത്ത് വേറെ കുറേ പേര് കൂടി കിടന്ന് അതിനകത്ത് കിടന്ന് ഉരുണ്ട് കളിച്ച് കിടന്ന് കളിയും കൂടെ ആയപ്പോഴത്തേക്ക് മൊത്തത്തിൽ പ്രശ്നമായതാണ്. അല്ലെങ്കിൽ ഇവർ തമ്മിൽ മാത്രമേ ആ ഒരു വിഷയം ഉള്ളായിരുന്നെങ്കിൽ ആ വിഷയം അങ്ങനെ അങ്ങ് പോകുമായിരുന്നേനെ. ഇതിൻ്റെ ഇടയ്ക്ക് വേറെയും കുറേ ആൾക്കാർ അഭിപ്രായം പറയാനും അവർ സംശയങ്ങൾ പറയാനും അവർ എരിവ് കയറ്റാനും തുടങ്ങിയപ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ ഇത്രയായത്. ഇപ്പം ഒരുപാട് ഇതിൻ്റെ കാര്യം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ അവസാനം കുറച്ച് കാര്യം ഇവിടുന്ന് മനുഷ്യക്കടത്ത് നടത്തുന്നു, പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു വിദേശത്തേക്ക് എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരു വോയിസ് ഭയങ്കര ഇതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പലരും പെടുന്ന രീതിക്കാണ് വന്നിരിക്കുന്നത്. ഏതോ ഒരു പെൺകുട്ടിയുടെ എനിക്കെന്ന് ദീപു അങ്ങനെ ഉണ്ടെന്ന ഒരു ചാനലിൻ്റെ പേര്, അല്ല ദിലീപോ അങ്ങനെ ഉണ്ടെന്നൊരു പേരാണ്. ഞാൻ പേര് വിട്ടു, ഞാൻ എഴുതി വെക്കണമെന്ന് ഓർത്തായിരുന്നു. ഞാൻ കാണുന്നൊരു ചാനലാണ് കേട്ടോ. ആ ചാനലിനകത്തോടെ പല കാര്യങ്ങളും പണ്ട് ഷെബീന ബീബി പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം തെറ്റാതെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
ആ കാര്യങ്ങൾ അക്ഷരം തെറ്റാതെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അത് സത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞതിന് ശേഷം ഈ പോസ്റ്റ് ഇടുകയും അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നവർക്കും ഇതിനെ നെഗറ്റീവ് പറയാൻ നിൽക്കുക. കാര്യം അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുക. അതിനുള്ള നിയമത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കാമെന്ന് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോകുന്ന ഒരു കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ്. കാര്യം ഓരോ പെൺകുട്ടികളും ചെന്ന് അവിടെ പെട്ടുപോയിട്ട് ചില കുട്ടികളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അതിനകത്ത്. നമ്മൾ ഇത് കേൾക്കുമ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ അതിനകത്ത് ഉണ്ടെന്നറിയുമ്പോഴത്തേക്ക് അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, നീയൊക്കെ വേണ്ടാതിനും പറയാതെ എന്ന് പറയില്ല. ഇതിപ്പോൾ ഒരാളല്ല, രണ്ടാളല്ല, പലരായി. മറ്റേ സജിന പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആരാണ് ദിയാസന പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഈ സജിനയുടെ കൂടെ ഉണ്ടായിരുന്നൊരു പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ ലക്ഷ്മിപ്രിയയെ പറ്റി പറയുന്നുണ്ട്, മറ്റേ അൻസിബയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒന്നല്ല, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇതിനെപ്പറ്റി പറഞ്ഞു വന്ന് ചർച്ച ചെയ്ത് വരുന്നുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് തെളിയുക തന്നെ ചെയ്യണം. ഇതിൻ്റെ പിന്നിൽ ആരുണ്ടെങ്കിലും അത് നിയമത്തിൻ്റെ മുന്നിൽ വരികയും ഈ സോഷ്യൽ മീഡിയ അറിയുകയും ചെയ്യണം. കാര്യം രഹസ്യമായിട്ട് നിന്ന് ഇങ്ങനെയുള്ള പരിപാടി കാണിച്ച് മിടുക്കരായ കൊള്ളുകയല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കിലേക്ക് വരികയും ചെയ്യണം. എല്ലാവരും എടുത്തത് റിയാക്ട് ചെയ്യുകയും ചെയ്യണം തന്നെയാണ് പറയുന്നത്. നിയമ നടപടികളോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. ഇത് മിക്കവാറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അതിനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. പിന്നെ ഞാൻ ആ വീഡിയോ ഒന്നും ചെയ്യാത്ത എന്നാന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളത് പറയുന്നത് കാര്യങ്ങൾ, നമ്മളൊരു കാര്യം പറയുമ്പം അത് വീഡിയോ സഹിതം വെച്ച് നമ്മൾ തെളിവ് സഹിതം വെച്ച് കൊടുക്കുമ്പോഴും അത് മനസ്സിലാക്കുന്നവരാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാത്തടത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അത് ഒത്തിരി പേരെടുത്ത് ഇപ്പോൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. എനിക്കൊന്ന് സന്ദീപെന്നോ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു ആ ഒരു ചാനലിൻ്റെ പേര്. അങ്ങനെ ഏതോ ഒരു ചാനലാണ് അതിനകത്തുണ്ട്. അതിപ്പോൾ കറങ്ങി തന്നെ നിങ്ങളുടെ മുന്നിൽ എപ്പോഴേലുമൊക്കെ എത്തും. അന്നേരം നിങ്ങൾക്കത് അറിയാൻ പറ്റും. അധികം താമസിക്കാതെ തന്നെ എത്തും. കാര്യം അത് ശരിക്കും വൈറലാകുന്നുണ്ട് ആ ഒരു വീഡിയോ. ആ ഒരു സംഭവം നല്ല വ്യക്തമായിട്ട് ഒരു പെൺകുട്ടി വന്ന് പറയുന്നത് അവരുടെ അനിയത്തിയോ ആരോ മരണപ്പെട്ട് അതിനെ സംബന്ധിച്ച് ആ പുള്ളിക്കാരി പറയുന്നത് അവരുടെ ആത്മാവ് വന്ന് ഇവരോട് സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. അവരുടെ ആത്മാവ് വന്ന് സംസാരിച്ച് ഈ കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരണം എന്നും പറഞ്ഞുകൊണ്ടാണ് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞാണ് അവർ വന്നിരിക്കുന്നത്. അതിലൊന്നും നമുക്കിപ്പോൾ വിശ്വാസമൊന്നുമില്ല. ഇപ്പോഴത്തെ തലമുറയിലൊന്നും ഒന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തുമില്ല. അങ്ങനെയൊന്നും ആരും കരുതാനും പോകുന്നില്ല. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം പലതിനോട് ചേർന്ന് കിടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അവരത് തെളിയിക്കുമെന്നും പറഞ്ഞിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് ഇറങ്ങി തിരിച്ചേക്കുന്നത്. പലരോടും അതിൻ്റെ സത്യങ്ങൾ അറിയാമെങ്കിൽ പറ എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് വരും വഴികളിലൂടെ അതൊക്കെ കാണാം. പല കാര്യങ്ങളും ഇങ്ങനെ വരും, പൊങ്ങി വരും. ഓരോരുത്തരൊക്കെ മാന്യന്മാരായിട്ട് നടന്നേച്ച് അവരുടെ പുറകിലുള്ള കഥകൾ എന്നാന്ന് അറിയുമ്പോഴത്തേക്കാണ് ഓരോരുത്തരും ഞെട്ടാൻ പോകുന്നത്. എന്നാണേലും നിങ്ങൾ വീഡിയോയിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം കമൻറ്റിലൂടെ പറയാനുള്ള കാര്യങ്ങൾ കമൻറ്റിലൂടെ പറയുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.